പുരാതന കാലത്ത് ഭാരതവർഷം അല്ലെങ്കിൽ ജംബുദ്വീപ് എന്നറിയപ്പെട്ടിരുന്ന പ്രദേശം ഇന്നത്തെ ഇന്ത്യ എന്ന രാഷ്ട്രീയ അതിർത്തിക്കുള്ളിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നായിരുന്നില്ല. അത് ഹിമാലയം മുതൽ ഇന്ത്യൻ മഹാസമുദ്രം വരെയും പടിഞ്ഞാറ് അഫ്ഗാനിസ്ഥാൻ മുതൽ കിഴക്ക് മ്യാൻമർ വരെയും വ്യാപിച്ചു കിടക്കുന്ന ഒരു വലിയ ഭൂപ്രദേശമായിരുന്നു. ഭാരതവർഷത്തിൻ്റെ ഭൂമിശാസ്ത്രം, ജനവിഭാഗങ്ങൾ, സംസ്കാരം എന്നിവയെക്കുറിച്ചുള്ള യഥാർത്ഥ ചിത്രം ഇനി പറയുന്ന രീതിയിലാണ്. ഭാരതവർഷം എന്ന പേരിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് പ്രധാനമായിട്ടും 2 വാദങ്ങളാണ് ഉള്ളത്. ഒന്ന്, പുരാണ പാരമ്പര്യം. ഋഗ്വേദത്തിലെ പ്രശസ്തമായ ഭാരത ഗോത്രത്തിൻ്റെ പേരിൽ നിന്നോ പുരാണങ്ങളിലെ ദുഷ്യന്ത ശകുന്തള ദമ്പതിമാരുടെ മകനായ ഭരത ചക്രവർത്തിയുടെ പേരിൽ നിന്നോ ആണ് ഈ പേര് വന്നത് എന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ട്. അതിനർത്ഥം ഭരതൻ്റെ ജനങ്ങൾ അധിവസിക്കുന്ന ദേശം അല്ലെങ്കിൽ അറിവിൽ ലഭിക്കുന്നവരുടെ ദേശം എന്നാണ്. ഭാരതവർഷം എന്ന വാക്കിൻ്റെ അർത്ഥമായി ഇങ്ങനെയാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത്. ഇനി രണ്ടാമത്തെ വാദഗതികൾ നോക്കാം. ഭാരതവർഷം എന്ന സങ്കല്പത്തിന് വിശാലമായ അതിർത്തികൾ ഉണ്ടായിരുന്നു. പുരാതന ഗ്രന്ഥങ്ങളിൽ ഇതിനെ ഇങ്ങനെ വിവരിക്കുന്നു: ഉത്തരം യശ്ച മുദ്രസ്യ ഇമാദ്രോശ്ചൈവ ദക്ഷിണം വർഷം തത് ഭാരത നമ ഭാരതി യാത്ര സന്തതി. അതായത് ഇതിൻ്റെ അർത്ഥം സമുദ്രത്തിന് വടക്കും ഹിമാലയത്തിന് തെക്കുമായി കിടക്കുന്ന പ്രദേശമാണ് ഭാരതവർഷം. അവിടുത്തെ സന്തതികളാണ് ഭാരതീയർ എന്നുള്ളതാണ്. ഇന്നത്തെ രാഷ്ട്രീയ മാപ്പുമായിട്ട് താരതമ്യം ചെയ്താൽ താഴെ പറയുന്ന രാജ്യങ്ങൾ വരെ പുരാതന ഭാരതവർഷത്തിൻ്റെ ഭാഗമായിരുന്നു. അതായത് അഫ്ഗാനിസ്ഥാൻ, അതായത് ഗാന്ധാരം, മഹാഭാരതത്തിലെ ഗാന്ധാരിയുടെ ജന്മനാട്. പാകിസ്ഥാൻ, ബംഗ്ലാദേശ് വിഭജനത്തിന് മുമ്പ് ഇന്ത്യയുടെ നെടുംതൂണുകളായിരുന്ന പ്രദേശങ്ങളാണ് സിന്ധു നദീതടവും ബംഗാളും. നേപ്പാൾ, ഭൂട്ടാൻ, ഹിമാലയൻ അതിർത്തി പ്രദേശങ്ങൾ, കൂടാതെ അസർബൈജാൻ, അതുപോലെ തന്നെ തജിക്കിസ്ഥാൻ മുതലായ പ്രദേശങ്ങളും ഭാരതവർഷത്തിൻ്റെ ഭാഗങ്ങളായിരുന്നു. പുരാതന കാലത്തെ കാംബോജ രാഗമാണ് തജിക്കിസ്ഥാൻ എന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും വൈവിധ്യങ്ങളുടെ ഭൂമിയാണ് ഭാരതവർഷം അഥവാ ഭാരതം എന്നതിൽ തർക്കമില്ല. പഴയ ഭാരതവർഷം എന്നത് ഒരൊറ്റ മതത്തിൻ്റെയോ ഒരൊറ്റ സംസ്കാരത്തിൻ്റെയോ മാത്രമായിരുന്നില്ല. അത് പല വംശങ്ങളുടെയും ജനവിഭാഗങ്ങളുടെയും ഒരു വലിയ സങ്കരഭൂമിയായിരുന്നു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് പുരാതന ഇന്ത്യ ചരിത്രത്തിൻ്റെ ഒരു പ്രധാന ഘട്ടമായിരുന്ന മൗര്യ കാലഘട്ടത്തെക്കുറിച്ചാണ്. BC 322 മുതൽ BC 185 വരെയാണ് മൗര്യ കാലഘട്ടം അഥവാ മൗര്യ സാമ്രാജ്യത്തിൻ്റെ കാലഘട്ടം. ഇത് ഇന്ത്യൻ ചരിത്രത്തിലെ ഏറ്റവും സുവർണവും നിർണായകവുമായ ഒരു അധ്യായമാണ്. വികേന്ദ്രീകരിക്കപ്പെട്ട് കിടന്നിരുന്ന ഭാരതത്തിലെ ചെറു രാജ്യങ്ങളെയും ഗോത്രങ്ങളെയും ഒന്നിപ്പിച്ചുകൊണ്ട് ചരിത്രത്തിലാദ്യമായി ഒരു അഖണ്ഡ ഭാരതം അല്ലെങ്കിൽ ഒരു കേന്ദ്രീകൃത സാമ്രാജ്യം കെട്ടിപ്പടുത്തത് മൗര്യന്മാരായിരുന്നു. മൗര്യ കാലഘട്ടത്തിൻ്റെ പ്രധാന സവിശേഷതകൾ ഇനി പറയുന്ന തരത്തിലാണ്. ഒന്നാമത്തേത്, മൗര്യ സാമ്രാജ്യത്തിൻ്റെ സ്ഥാപനം. മഗധ ഭരിച്ചിരുന്ന നന്ദ രാജവംശത്തിലെ ക്രൂരനായ ധനനന്ദനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ചന്ദ്രഗുപ്ത മൗര്യനാണ് BC 322 മൗര്യ സാമ്രാജ്യം സ്ഥാപിച്ചത്. ഇതിന് അദ്ദേഹത്തെ സഹായിച്ചത് ലോക പ്രശസ്ത തന്ത്രജ്ഞനും സാമ്പത്തിക ശാസ്ത്രജ്ഞനുമായിരുന്ന ചാണക്യനായിരുന്നു അഥവാ കൗടില്യനായിരുന്നു. അലക്സാണ്ടർ ചക്രവർത്തിയുടെ മരണശേഷം അദ്ദേഹത്തിൻ്റെ പടനായകനായിരുന്ന സെലൂക്കസ് നികേതറെ ചന്ദ്രഗുപ്തൻ പരാജയപ്പെടുത്തുകയും ഇന്നത്തെ അഫ്ഗാനിസ്ഥാൻ, ബലൂചിസ്ഥാൻ തുടങ്ങിയ പ്രദേശങ്ങൾ മൗര്യ സാമ്രാജ്യത്തോട് കൂട്ടിച്ചേർക്കുകയും ചെയ്തു. രണ്ടാമത്തെ കാര്യം മൗര്യ സാമ്രാജ്യത്തിൻ്റെ പ്രധാന ഭരണാധികാരികളെ കുറിച്ചാണ്. മൗര്യവംശത്തിൽ പ്രശസ്തരായ 3 ചക്രവർത്തിമാരാണ് ഉണ്ടായിരുന്നത്. ഒന്നാമൻ ചന്ദ്രഗുപ്ത മൗര്യൻ, അതായത് BC 322-292 കാലഘട്ടത്തിലാണ് ഇദ്ദേഹം സാമ്രാജ്യത്തിൻ്റെ അധിപനായി രാജ്യം ഭരിച്ചത്. മൗര്യ സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകൻ. ജീവിതത്തിൻ്റെ അവസാന കാലത്ത് അദ്ദേഹം ജൈനമതം സ്വീകരിക്കുകയും കർണാടകത്തിലെ ശ്രാവണബളഗോളയിൽ വെച്ച് സന്യാസം വരിച്ച് മരിക്കുകയും ചെയ്തു. ഇനി രണ്ടാമൻ ബിന്ദുസാരൻ. BC
298 272 കാലഘട്ടത്തിലാണ് ഇദ്ദേഹം മൗര്യ സാമ്രാജ്യം ഭരിച്ചത്. ചന്ദ്രഗുപ്ത മൗര്യന്റെ മകനാണ് ബിന്ദുസാരൻ. സാമ്രാജ്യം തെക്കോട്ട്, അതായത് ഡക്കാൻ പീഠഭൂമി വരെ ഈ കാലത്ത് വ്യാപിപ്പിക്കപ്പെട്ടു. ഗ്രീക്കുകാർ ഇദ്ദേഹത്തെ അമിത്രാഗതൻ അഥവാ ശത്രുക്കളെ ഹനിക്കുന്നവൻ എന്ന് വിളിച്ചിട്ടുണ്ട്. അടുത്തതായി മഹാനായ അശോക ചക്രവർത്തി അഥവാ അശോക ദി ഗ്രേറ്റ്. ഇദ്ദേഹത്തിന്റെ കാലഘട്ടം BC 272 മുതൽ 232 വരെയാണ്. ഭാരത ചരിത്രത്തിലെ ഏറ്റവും പ്രഗത്ഭനായ ഭരണാധികാരികളിൽ ഒരാളാണ് ഇദ്ദേഹം. അതുകൊണ്ടാണ് ഇദ്ദേഹത്തെ ഗ്രേറ്റ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്. അശോക ചക്രവർത്തിയുടെ ഭരണകാലത്തെ ഏറ്റവും വലിയ വൈത്തിരിയായിരുന്നു കലിംഗ യുദ്ധം. അതായത് ഇന്നത്തെ ഒഡീഷയിലെ കലിംഗ എന്ന് പറയുന്ന പ്രദേശത്ത് വെച്ച് നടന്ന യുദ്ധം. ഈ യുദ്ധത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ കൊല്ലപ്പെടുകയും മുറിവേൽക്കുകയും ചെയ്തു. യുദ്ധഭൂമിയിലെ രക്തച്ചൊരിച്ചിലും സ്ത്രീകളുടെയും കുട്ടികളുടെയും വിലാപവും അശോകന്റെ മനസ്സിനെ വളരെയധികം വേദനിപ്പിച്ചു. ഇതിനെ തുടർന്നാണ് അദ്ദേഹം യുദ്ധവിജയങ്ങൾക്ക് പകരം സാംസ്കാരിക വിജയങ്ങൾ അഥവാ ധർമ്മ വിജയം നേടാൻ തീരുമാനിച്ചത്. ശേഷം അദ്ദേഹം ബുദ്ധമതം സ്വീകരിക്കുകയും അക്രമത്തിന്റെ പാത പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കുകയും ചെയ്തു. ഏതായാലും മൗര്യ കാലഘട്ടത്തിന്റെ പ്രധാനപ്പെട്ട സംഭാവനകളെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. അതിലൊന്നാമത്തേത് അശോകന്റെ ധർമ്മമാണ്, അഥവാ ധർമ്മ ഓഫ് അശോക ആണ്. ഒരു പ്രത്യേക മതവിശ്വാസത്തിനപ്പുറം മനുഷ്യർ പരസ്പരം പുലർത്തേണ്ട ബഹുമാനം, മാതാപിതാക്കളെ അനുസരിക്കൽ, ജീവകാരുണ്യം, അഹിംസ എന്നിവയിലൂന്നിയ ഒരു പൊതു പെരുമാറ്റച്ചട്ടമായിരുന്നു ഇത്. ഇനി ഈ കാലഘട്ടത്തിലെ ശിലാരേഖകളും സ്തൂപങ്ങളും എപ്രകാരമുള്ളതായിരുന്നു എന്ന് നമുക്ക് നോക്കാം. അശോകൻ തന്റെ സന്ദേശങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ സാമ്രാജ്യത്തിലുടനീളം താറകളിലും വലിയ കൽത്തൂണുകളിലും പ്രകൃത ഭാഷയിൽ അഥവാ ബ്രാഹ്മി ലിപി ഉപയോഗിച്ച് ശാസനകൾ കൊത്തിവെച്ചിരുന്നു. സാരനാഥിലെ അശോക സ്തൂപത്തിലെ 4 സിംഹങ്ങളുടെ ശില്പമാണ് ഇന്നത്തെ ഇന്ത്യയുടെ ദേശീയ മുദ്ര ആയിട്ട് സ്വീകരിക്കപ്പെട്ടിട്ടുള്ളത്. അശോക ചക്രമാണ് നമ്മുടെ ദേശീയ പാതയുടെ നടുവിലുള്ളത്. കൗടില്യന്റെ അർത്ഥശാസ്ത്രം അനുസരിച്ചുള്ള ശക്തമായ ഒരു കേന്ദ്രീകൃത ഭരണ സംവിധാനമായിരുന്നു മൗര്യന്മാരുടേത്. കാര്യക്ഷമമായ നികുതി പിരിവ്, ചാരസംഘടന, വിശാലമായ പാതകൾ എന്നിവ ഇക്കാലത്തുണ്ടായി. അതിന് ഉദാഹരണമാണ് ഗ്രാൻഡ് ട്രങ്ക് റോഡിന്റെ ആദ്യ രൂപം. തലസ്ഥാനം ഇന്നത്തെ ബീഹാറിലെ പാറ്റ്നയായ പാടലിപുത്രമായിരുന്നു മൗര്യന്മാരുടെ തലസ്ഥാനം. അക്കാലത്ത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ നഗരങ്ങളിൽ ഒന്നായിരുന്നു ഇത്. മെഗസ്തനീസ് എന്ന ഗ്രീക്ക് സഞ്ചാരി തൻ്റെ ഇന്ത്യക്ക എന്ന പുസ്തകത്തിൽ പാടലിപുത്രത്തിന്റെ ഭംഗിയെക്കുറിച്ച് വിവരിച്ചിട്ടുണ്ട്. ഇനി മൗര്യ സാമ്രാജ്യത്തിന്റെ തകർച്ച എപ്രകാരമായിരുന്നു എന്ന് നമുക്ക് നോക്കാം. അശോകന്റെ മരണശേഷം വന്ന ഭരണാധികാരികൾ ദുർബലരായിരുന്നു. ഇത്രയും വലിയൊരു സാമ്രാജ്യത്തെ ദീർഘകാലം നിയന്ത്രിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. അങ്ങനെ BC 185 അവസാനത്തെ മൗര്യ രാജാവായ ബൃഹദ്രഥനെ അദ്ദേഹത്തിന്റെ തന്നെ സേനാധിപതിയായ പുഷ്യമിത്ര ശുംഭൻ കൊലപ്പെടുത്തിയതോടെ മൗര്യ സാമ്രാജ്യത്തിന് പരിസമാപ്തിയായി. ചുരുക്കത്തിൽ മൗര്യ കാലഘട്ടം എന്നത് വെറുമൊരു സാമ്രാജ്യ വികസനം മാത്രമല്ലായിരുന്നു. അത് ഭാരതത്തിന് ശക്തമായ ഭരണ സംവിധാനവും അഹിംസയിലൂന്നിയ ആത്മീയ ചിന്തകളും ഇന്നും നാം അഭിമാനത്തോടെ ഉപയോഗിക്കുന്ന ദേശീയ ചിഹ്നങ്ങളും സമ്മാനിച്ച മഹത്തായ ഒരു കാലഘട്ടമായിരുന്നു.